ഇറിഗേഷൻ വകുപ്പിനെതിരെ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങി പുല്ലഴി കോൾ കർഷക സംഘം. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴകളും നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് പാലിച്ചില്ല. പുല്ലഴി KLDC കനാലിലെ ചെറിയ പാലത്തിന്റെ തൂണുകളിൽ ചണ്ടിയും കുളവാഴകളും അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ട് മാസങ്ങളായെങ്കിലും ഇറിഗേഷൻ വകുപ്പ് അധികൃതർ കണ്ട ഭാവം പോലും നടിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ കനാൽ ബണ്ടുകൾ തകർന്ന് കോൾപ്പാടത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. ഇതിൽ പ്രതിഷേധിച്ച് പുല്ലഴി കോൾ കർഷകരുടെ നേതൃത്വത്തിൽ 20-ാം തീയതി ചെമ്പൂക്കാവിലെ മേജർ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടതോടെ തൊട്ടടുത്ത ദിവസം തന്നെ സബ് കളക്ടർ അഖിൽ വി മേനോൻ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗത്തിലാണ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 5 ദിവസത്തിനുള്ളിൽ ചണ്ടിയും കുളവാഴകളും ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയത്. എന്നാൽ യോഗം കഴിഞ്ഞ് 10 ദിവസമായിട്ടും കനാലിലെ കുളവാഴകൾ നീക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. 2 ദിവസം കൂടി കാത്തിരിക്കുമെന്നും നടപടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും പുല്ലഴി കോൾ കർഷക സംഘം സെക്രട്ടറി കോളങ്ങാട് ഗോപിനാഥൻ പറഞ്ഞു. 5 ദിവസത്തിനുള്ളിൽ മാറ്റിത്തരാമെന്നാണ് അങ്ങനെ ഉറപ്പ് പറഞ്ഞത് നമ്മളോട്. പക്ഷേ ഇത് 5 ദിവസം കഴിഞ്ഞു, 10ാമത്തെ ദിവസമായി, എന്നിട്ടും ഇതിന് അനക്കല്ല. സർക്കാർ MLA ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവര് ഉദ്യോഗസ്ഥന്മാർ നീട്ടിക്കൊണ്ടുപോകട്ടെ. ഇനിയിപ്പോൾ മഴ 2 ദിവസം കുറവുള്ളത് കാരണം ഇവിടുത്തെ ശല്യങ്ങൾ ഒഴിവായി കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇനി നല്ല ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ളവർക്ക് ഇവിടെ താമസിക്കാൻ സാധിക്കില്ല. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടിന് കാരണമാകുന്ന പുല്ലഴിയിലെ ചണ്ടിയും കുളവാഴകളും സമയബന്ധിതമായി ഇറിഗേഷൻ വകുപ്പ് നീക്കാറില്ല. ജനങ്ങൾ ദുരിതമനുഭവിച്ചാലും തങ്ങൾക്കൊന്നുമില്ല. സർക്കാർ കാര്യം മുറ പോലെയെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. TCV തൃശൂർ.